പ്രൈസല്ലോ. ദൈവത്തിൻ്റെ നാമത്തിന് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഈ സമയത്തിൽ കർത്താവിൻ്റെ മഹത്വമേറിയ വചനമായി ഒരിക്കൽ കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല സമയത്തിനെ ഓർത്ത് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ ദൈവവചന പ്രഘോഷണ പരമ്പര ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. ദൈവരാജ്യം എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം നാം ചേർന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറഞ്ഞാൽ, ഒരു രാജ്യമെന്ന് പറഞ്ഞാൽ ആ രാജ്യം ഒരു രാജാവ് തൻ്റെ ശക്തി കൊണ്ടും തൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ടും തൻ്റെ ഇഷ്ടം കൊണ്ടും ഉദ്ദേശം കൊണ്ടും ഭരിക്കപ്പെടുന്ന ഒരു ഭൂപ്രദേശത്തിനെയാണ് രാജ്യമെന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ദൈവരാജ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ ഇഷ്ടം കൊണ്ട്, തൻ്റെ ആഗ്രഹം കൊണ്ട്, തൻ്റെ ഉദ്ദേശം നടപ്പിൽ ആക്കുന്ന ഒരു ഭൂപ്രദേശത്തിനെ ആണ് ദൈവരാജ്യമെന്ന്, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യമെന്ന് തിരുവചനം ഘോഷിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ പ്രമാണങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ കാണുന്നത്, അവിടെ ഇസ്രായേൽ ജനം ചെന്നിട്ട് ശമൂവേലിനോട് ഇപ്രകാരം പറയുന്നുണ്ട്: ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരണമേ. ഇങ്ങനെ ജാതികൾക്ക് ഉള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് തരണമേ. അപ്പോൾ ശമൂവേല് വലിയ പ്രതിസന്ധിയിലാകുന്നു. എന്തു ചെയ്യണമെന്നറിയത്തില്ലാതെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ശമൂവേലിനോട് ഇടപെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിനോട് ഇടപെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിനോട് ഇടപെട്ടിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിനോട് സംസാരിക്കുന്നുണ്ട്: ശമൂവേലേ, നിന്നെ അല്ല അവർ തള്ളിപ്പറഞ്ഞത്, നിന്നെ അല്ല അവർ ത്യജിച്ചത്, നേരെ മറിച്ച് അവർ എന്നെയാകുന്നു തള്ളിപ്പറഞ്ഞത് എന്ന് യഹോവയായ ദൈവം ശമൂവേലിനോട് സംസാരിക്കുന്നു. അപ്പോൾ നമുക്കവിടെ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അതുവരെയും ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത് യഹോവയായ ദൈവമാകുന്നു. ഇസ്രായേലിനെ അവിടെ ഭരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഇസ്രായേലിനെ നിയന്ത്രിക്കുന്നത്, ഇസ്രായേലിനെ ശത്രുവിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് ഒക്കെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്, ഇസ്രായേലിൻ്റെ തനതായ ശക്തി കൊണ്ടല്ല. ദൈവത്തിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ദൈവം അവരെ വിടുവിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ടാണ് ദൈവം അവരെ വിടുവിക്കപ്പെടുന്നത്. അതൊരു ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം അവരെ ഉപയോഗിക്കുന്നത്. ആ രാജ്യത്തെ ദൈവം നിലനിർത്തിയത് ഒരു ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം തൻ്റെ രാജ്യം ഭരിക്കുന്നത് 1 തൻ്റെ ശക്തി കൊണ്ടാണ്, 2 തൻ്റെ ആഗ്രഹം കൊണ്ടാണ്, 3 തൻ്റെ ഇഷ്ടം കൊണ്ടാണ്, 4 അതിൻ്റെ ഉദ്ദേശം കൊണ്ടാണ്. ഒരു ദൈവിക ഉദ്ദേശം കൊണ്ടാണ് ദൈവം തൻ്റെ രാജ്യത്തെ ഭരിക്കുന്നത്. ഒരു ദൈവിക ഇഷ്ടം കൊണ്ട്, ഒരു ദൈവിക ആഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ആ രാജ്യത്തെ നിയന്ത്രിച്ചത്, ആ രാജ്യത്തെ കൊണ്ട് എത്തിച്ചത് ദൈവിക ഉദ്ദേശത്തിലേക്കാണ്. ദൈവം എന്താണോ ആ രാജ്യത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതിലേക്കാണ് ആ രാജ്യത്തെ ദൈവം എത്തിച്ചത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകാൻ പറഞ്ഞു. അപ്പോൾ അബ്രഹാമിനോട് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക്, ആ പർപ്പസിലേക്കാണ് ദൈവം അബ്രഹാമിനെ കൊണ്ടെത്തിച്ചത്. അങ്ങനെയെങ്കിൽ നാം പുതിയ നിയമത്തിൽ പെട്ടെന്ന് ഓടി വരുന്ന നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. പുതിയ നിയമത്തിന്റെ പ്രമാണത്തിൽ ദൈവം പറയുന്നത് എൻ്റെ രാജ്യം ഐഹികമല്ല, ഇഹലോകത്തിൽ നിന്നുള്ളതല്ല എന്ന് പറഞ്ഞാൽ, റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല.
റോമാലേഖനം 14-17 നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവരാജ്യവും ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യത്തിൽ ഭക്ഷണമല്ല ആവശ്യം, പാനീയമല്ല ആവശ്യം. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് വിസ്താര സമയത്ത് പറയുകയാണ്: എൻ്റെ രാജ്യം ഐഹികമല്ല, ഇഹലോകത്തിൽ നിന്ന് ഉള്ളതല്ല. അപ്പോൾ തന്നെ റോമാലേഖനത്തിൽ പൗലോസ് തൻ്റെ വെളിപ്പാടിനാൽ എഴുതുകയാണ്: ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. ഈ ലോകത്തിൽ നാം നിൽക്കണമെങ്കിൽ, താമസിക്കണമെങ്കിൽ, ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം ആവശ്യമാണ്, നമുക്ക് പാനീയം ആവശ്യമാണ്. എന്നാൽ ആത്മീക രാജ്യത്തിൽ, ഇഹലോകത്തിൽ നിന്നുള്ളതല്ല എൻ്റെ രാജ്യമെന്ന് പറയുമ്പോൾ, ഇസ്രായേലിന് ദൈവം ആദ്യം ഏൽപ്പിച്ച രാജ്യമെന്ന് പറയുന്നത് അത് ഇഹലോകത്തിൽ നിന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് നാം ആദ്യമേ ഓർപ്പിച്ചത്, ശമൂവേലിനോട് ഇസ്രായേൽ ജനത പറയുകയാണ്: ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരാമേ. ജാതികൾക്ക് രാജാവുണ്ട്. ഈ ലോകത്തിലുള്ള രാജ്യങ്ങളെപ്പോലെ അതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വാഴിച്ചു തരണം. അപ്പോൾ ദൈവത്തിൻ്റെ പുതിയ നിയമത്തിലെ പ്ലാനെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു ഐഹിക രാജ്യമാണ് കൊടുത്തിരുന്നത് എങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവം തൻ്റെ പദ്ധതിയിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ആത്മീക രാജ്യമാണ്. അത് ഇഹലോകത്തിൽ നിന്നുള്ളതല്ല. ആയിരുന്നുവെങ്കിൽ എന്നെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. അപ്പോൾ ഈ ലോകത്തിൽ നാം ജീവിക്കണമോ, അവിടെ ഭക്ഷണം ആവശ്യമാണ്, അവിടെ പാനീയം ആവശ്യമാണ്. എന്നാൽ ദൈവം പ്രതിനിധാനം ചെയ്യുന്ന ഈ വേദപുസ്തകത്തിൽ പറയുന്ന രാജ്യത്ത് ഭക്ഷണവും പാനീയത്തിലുമല്ല ഒരു മനുഷ്യൻ നിൽക്കുന്നത്. നേരെ മറിച്ച് നീതി. എന്ത് നീതി? ദൈവികമായ നീതി. 2, ദൈവികമായ സമാധാനം. 3, ദൈവികമായ സന്തോഷം. പരിശുദ്ധാത്മാവിനാൽ ഉള്ള സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഭക്ഷണവും പാനീയവും ആവശ്യമാണ്. എന്നാൽ കർത്താവ് പറയുന്ന ലോകത്തിൽ ജീവിക്കണമെങ്കിൽ അവിടെ ഭക്ഷണവും പാനീയവും അല്ല ഒരു മനുഷ്യനെ നിലനിർത്തുന്നത്, ഒന്ന് ദൈവിക നീതിയാണ്. അപ്പോൾ ദൈവം കാണപ്പെട്ട രാജ്യമായ ഇസ്രായേലിന് ദൈവം ഒരു രാജ്യം കൊടുത്തപ്പോൾ ആ രാജ്യത്തിനൊരു പ്രമാണമുണ്ടായിരുന്നു. ആ രാജ്യത്ത് നീ എന്തൊക്കെ കാര്യങ്ങൾ നിനക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്താൽ നിനക്ക് ആ രാജ്യത്തിൻ്റെ ആ പ്രൊട്ടക്ഷൻ ഉണ്ടാകും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിനക്ക് നഷ്ടപ്പെടും, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ രാജ്യത്ത് നീതി വ്യവസ്ഥിതി നിനക്ക് അനുകൂലമായി നിൽക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് ആ രാജ്യത്ത് നീതി വ്യവസ്ഥിതികൾ നിനക്ക് പ്രതികൂലമായി തീരുന്നത്. അതുപോലെ തന്നെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഈ പുതിയ നിയമത്തിൻ്റെ രാജ്യത്തിൽ, ഈ ദൈവിക രാജ്യത്തിൽ ദൈവം പറയുന്ന പ്രമാണമെന്ന് പറയുന്നത്, പ്രമാണം ദൈവം തന്നിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ പ്രമാണമാണ്. പഴയ നിയമത്തിൻ്റെ പ്രമാണത്തെ ഉറപ്പിച്ചത് ഒരു കുഞ്ഞാടിൻ്റെ രക്തത്താൽ ആണ് എങ്കിൽ, പുതിയ നിയമത്തിൻ്റെ പ്രമാണം കർത്താവായ യേശുക്രിസ്തു ഉറപ്പിച്ചത് തൻ്റെ സ്വന്തം രക്തം കൊണ്ടാണ്, മാറ്റമില്ലാത്ത രക്തം കൊണ്ടാണ്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പാപമില്ലാത്ത രക്തം കൊണ്ടാണ്. ഒരിക്കലും ആർക്കും നിർണയിക്കുവാൻ കഴിയാത്ത, വില നിശ്ചയിക്കുവാൻ കഴിയാത്ത, സ്വർണത്തെക്കാൾ വെള്ളിയേക്കാൾ മൂല്യമുള്ള, സ്വർണത്തോടോ വെള്ളിയോടോ ഒന്നും മൂല്യനിർണയം നടത്തുവാൻ കഴിയാത്ത അത്ര വിലയേറിയ രക്തം കൊണ്ട്, തൻ്റെ രക്തത്താൽ
രക്തത്താൽ മുദ്ര ചെയ്തിരിക്കുകയാണ് പുതിയ നിയമത്തെ. പുതിയ രാജ്യത്തിൽ ദൈവം പുതിയ നിയമം, പുതിയ പ്രമാണം എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അവിടെ തൻ്റെ സ്വന്തം രക്തം കൊണ്ട് ആ രാജ്യത്തിൻ്റെ നിയമത്തെ എൻ്റെ കർത്താവ് ഉറപ്പിക്കുക അത്ര ചെയ്തത്. പഴയ നിയമത്തിൻ്റെ നിയമമെന്ന് പറയുന്നത്, പഴയ രാജ്യത്തിൻ്റെ നിയമമെന്ന് പറയുന്നത് കേവലം ഒരു കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അതിനെ മുദ്രയിട്ടപ്പോൾ അത് എന്നേക്കും മാറ്റം വരുന്നതായതുകൊണ്ട്, എന്നാൽ ഒരിക്കലും മാറ്റം വരാത്തത്. അതുകൊണ്ടാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്, ആദ്യത്തെ പ്രമാണം തികവുള്ളത് ആയിരുന്നുവെങ്കിൽ പിന്നത്തേതിൽ രണ്ടാമത്തേതിന് ഇടം കാണുകയില്ലായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രമാണം തികവുള്ളത് അല്ലായിരുന്നു എന്ന് തന്നെയാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട ഈ നിയമം, പുതിയ നിയമം എന്ന് പറയുന്നത്, പുതിയ രാജ്യത്തിന്റെ നിയമം എന്ന് പറയുന്നത്, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതിനെ ഉറപ്പിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അത്രേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഈ നിയമത്തെ ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ എന്നേക്കുമായിട്ട് കാലാവസാനം കൂടാതെ അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല എന്ന് തിരുവെഴുത്ത് ഉറപ്പിച്ചു പറയുന്നത്. ദാനിയേൽ പ്രവചനത്തിലും പുതിയ നിയമത്തിലും പറയുകയാണ്, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. എന്തെന്നറിയാമോ? പഴയ നിയമത്തിന്റെ പ്രമാണത്തിന്റെ രാജ്യത്തിന് ഒരു അവസാനമുണ്ട് എങ്കിൽ പുതിയ നിയമത്തിന്റെ രാജ്യത്തിന്റെ പ്രമാണത്തിന് അവസാനമില്ല, ആ രാജ്യത്തിന് അവസാനമില്ല. നേരത്തെ തന്നെ നാം കേട്ടതുപോലെ, ഓർപ്പിച്ചതുപോലെ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചുമിരിക്കുന്ന പിതാവിന് നിങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നവരാകുമെന്ന് പറയുമ്പോൾ നമ്മെ പുതിയ നിയമത്തിന്റെ പുതിയ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചുമിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാം പുതിയ നിയമത്തിന്റെ പുതിയ രാജ്യത്തിലാകുമ്പോൾ പഴയ നിയമത്തിന്റെ പ്രമാണങ്ങളല്ല, പഴയ നിയമത്തിന്റെ അവകാശങ്ങളല്ല. പുതിയ രാജ്യത്തിൽ, പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം നൽകുന്ന അവകാശമുണ്ട്. അവിടെ ദൈവം നൽകുന്ന രാജ്യത്തിൻ്റെ നന്മയുണ്ട്. ആ രാജ്യത്തിൽ ദൈവം നൽകുന്ന നിയമമുണ്ട്. ആ രാജ്യത്തിൽ ദൈവം നൽകുന്ന നീതി വ്യവസ്ഥിതിയുണ്ട്. ആ രാജ്യത്തിൽ ദൈവം നമ്മെ, ദൈവത്തിൻ്റെ നീതിയിൽ ദൈവം നമ്മെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പഴയ നിയമത്തിൽ ദൈവം നൽകിയിരിക്കുന്ന പ്രമാണത്തെക്കാൾ ശ്രേഷ്ഠമേറിയ ഒരു നിയമം. എന്തുകൊണ്ട് അത് ശ്രേഷ്ഠമേറിയതാകുന്നു? പാപമില്ലാത്ത തൻ്റെ ദൈവപുത്രനാൽ ഉറപ്പിക്കപ്പെട്ട നിയമമായതുകൊണ്ട്. ഗലാത്യ ലേഖനം നാം വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അവകാശം ലഭിക്കുന്നത് ന്യായപ്രമാണത്താലല്ല, വാഗ്ദത്തത്താലത്രേ. അവകാശം ലഭിക്കുന്നത് എന്തിൻ്റെ അവകാശമാണ്? ഒരു അവകാശമെന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ അവകാശമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം തിരുവെഴുത്ത് പുതിയ നിയമത്തിൻ്റെ പ്രമാണം മുഴുവൻ നിൽക്കുന്നത് ഒരു രാജ്യത്തിനെ ആധാരമാക്കിയാണ്. പഴയ നിയമം നിലനിൽക്കുന്നത് ഇസ്രായേലിന്റെ രാജ്യത്തെ ആധാരമാക്കിയാണ്. പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ നിൽക്കുന്നത് കർത്താവിൻ്റെ പുതിയ നിയമരാജ്യത്തെ ആധാരമാക്കി, അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തെ ആധാരമാക്കിയാണ്. അവിടെ ദൈവം പറയുകയാണ്, വാഗ്ദത്തത്താൽ അത്രേ അവകാശം ലഭിക്കുന്നത്. പിന്നെ എന്തിനാലല്ല? ന്യായപ്രമാണത്താലല്ല അവകാശം ലഭിക്കുന്നത്. കാരണം ന്യായപ്രമാണം എന്ന് പറയുന്നത് അവിടെ ലംഘനങ്ങളാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. എന്നാൽ ലംഘനങ്ങളാൽ കൂട്ടിച്ചേർക്കാത്തത്, വാഗ്ദത്തത്താൽ ലഭിച്ചത് എന്ത്? നിനക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത്. എന്തുകൊണ്ട് നിനക്ക് ഈ അവകാശം ലഭിച്ചു? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവിക അവകാശങ്ങൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് അവന്റെ രാജ്യത്തിനകത്തായതുകൊണ്ട് രാജ്യത്തിന്റെ അവകാശം, രാജ്യത്തിന്റെ നന്മ അവിടെ ലഭിക്കുന്നു എന്നാണ് നമുക്ക് തിരുവെഴുത്തിലൂടെ കാണുവാൻ കഴിയുന്നത്.
അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത്, ദൈവം ആത്മീക അവകാശം നൽകുന്നത്, സ്തോത്രം, ആത്മീക അവകാശം നൽകുന്ന വിശുദ്ധന്മാരോടുകൂടെ നിങ്ങൾക്ക് ആത്മീക അവകാശം നൽകുന്ന. അപ്പോൾ വിശുദ്ധന്മാരോടുകൂടെ ദൈവം അവകാശം നൽകുകയാണ്. പഴയ നിയമം പുതിയ നിയമം വിശുദ്ധന്മാരോടുകൂടെ ദൈവം അവകാശം നൽകുന്നത് ആ പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ വിശ്വാസിയെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അവൻ്റെ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ അകത്തെ അവകാശമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത് എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പം അവകാശം നിനക്ക് മുദ്രയിട്ട് തന്നിരിക്കുകയാണ്. എന്തിനാണ്? പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ട് തന്നിരിക്കുന്നു. എന്തിൻ്റെ അവകാശം? രാജ്യത്തിൻ്റെ അവകാശം. എന്ത് രാജ്യത്തിൻ്റെ? ദൈവരാജ്യത്തിൻ്റെ, ദൈവത്താൽ ഭരിക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ അവകാശം. ആ രാജ്യത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ നീതി വ്യവസ്ഥിതി അനുസരിച്ചാണ്. ദൈവിക നീതി വ്യവസ്ഥിതി അനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് എല്ലാ നന്മകളും അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ ദൈവം നമ്മെ അവൻ്റെ രാജ്യത്തിനകത്താക്കിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ അവകാശങ്ങൾ പ്രാപിക്കുവാൻ. എഫേസ്യ ലേഖനം 1:18 വാക്യം വായിക്കുമ്പോൾ, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും, അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും, നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ നമുക്ക് അവകാശങ്ങളെ നൽകുവാനാണ്. എന്തിൻ്റെ അവകാശങ്ങളെ? ദൈവരാജ്യത്തിൻ്റെ അവകാശങ്ങളെ. ദൈവരാജ്യത്തിൻ്റെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ നന്മകൾ ലഭിക്കുവാൻ, അത് പ്രാപിക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അത് ഭക്ഷണമല്ല, അത് പാനീയമല്ല, അത് നീതിയുടെ, സമാധാനത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ, സന്തോഷത്തിൻ്റെ. എന്ത് നീതിയുടെ? ദൈവനീതിയുടെ. ഈ രാജ്യത്തിൽ, നാം ജീവിക്കുന്ന രാജ്യത്തിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ നീതി നിന്നെ സംരക്ഷിക്കപ്പെടുവാൻ, ഈ ലോകത്തിൽ നിനക്ക് സമാധാനം നഷ്ടപ്പെടുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സമാധാനം നിന്നെ പൊതിയുവാൻ, ദൈവരാജ്യത്തിൻ്റെ സമാധാനത്തിൽ നീ ജീവിക്കുവാൻ, ഈ ലോകത്തിൻ്റെ സന്തോഷം നിനക്ക് നഷ്ടമാകുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തിൽ നീ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശം നൽകുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ നന്മ പ്രാപിക്കുവാനാണ്. നാം റോമാലേഖനം വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതു നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെ. അപ്പൊ ആദ്യ നിയമത്തിൻ്റെ ആദ്യത്തെ നിയമങ്ങളിൽ അതിൻ്റെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി, നിത്യ അവകാശത്തിനായി, നിത്യമായ അവകാശമാണ് അവൻ്റെ രാജ്യത്തിൽ. എന്തെന്നറിയാമോ? അവൻ്റെ രാജ്യം നിത്യമാണ്. അവൻ്റെ രാജ്യത്തിന് നിയമത്തിന് മാറ്റമില്ല. കാരണം അവൻ്റെ രാജ്യത്തിൻ്റെ നിയമത്തെ ഉറപ്പിച്ചിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ്. യേശുക്രിസ്തുവിൻ്റെ, തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് മുദ്ര ചെയ്തിരിക്കുന്നത്.
ആ രക്തമെന്ന് പറഞ്ഞാൽ വിലയേറിയ രക്തമാണ്. ഈ ലോകത്തിൻ്റെ നാണയങ്ങളെന്ന് പറയുന്നത് സ്വർണ്ണമായിക്കോട്ടെ, വെള്ളിയായിക്കോട്ടെ, ഇരുമ്പായിക്കോട്ടെ, അലൂമിനിയം ആയിക്കോട്ടെ, കറൻസി ആയിക്കോട്ടെ, അതിനെല്ലാം മൂല്യച്യുതി സംഭവിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ രക്തമെന്ന് പറയുന്നത് ഒരിക്കലും മൂല്യച്യുതി സംഭവിക്കുന്നതല്ല എന്നതിനും എടുത്ത് പറയുന്നത്. സ്വർണത്തേക്കാൾ വെള്ളിയേക്കാൾ വിലയേറിയ രക്തം കൊണ്ട്, ആ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട രാജ്യത്തിൻ്റെ നിയമം, ആ രാജ്യത്തെ ഉറപ്പിച്ചിരിക്കുന്നത് അവൻ്റെ രക്തത്താൽ. ആ രാജ്യത്തിന് നിയമത്തെ ഉറപ്പിച്ചിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്താൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കൊണ്ട് ഉറപ്പിച്ചത് കൊണ്ട് അത് എന്നേക്കും നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തമായി നിൽക്കുകയാണ്. നിത്യ അവകാശത്തിൻ്റെ, അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് നിത്യമായ അവകാശത്തിന്. പാതി വഴിയിൽ അവകാശമുണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, അവൻ്റെ വാഗ്ദത്തത്താൽ ഉറപ്പിച്ചത്. ന്യായപ്രമാണത്താലല്ല ഉറപ്പിച്ചത്, വാഗ്ദത്തത്താലാണ് ഉറപ്പിച്ചത്. അവൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ കയറ്റിയത് അവൻ്റെ വാഗ്ദത്തത്താലല്ല, അവൻ്റെ രക്തത്താൽ ഉറപ്പിച്ച രാജ്യത്തിലേക്ക് നമ്മെ കയറ്റിയെങ്കിൽ അവൻ്റെ രാജ്യത്തിന് നാം അവകാശികളാണ്. അവൻ്റെ രാജ്യത്തിൻ്റെ പൗരത്വമാണ് നമുക്ക് ഉള്ളതെങ്കിൽ ആ രാജ്യത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ, പുതിയ നിയമ രാജ്യത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ നന്മകൾ നമുക്ക് അവകാശമത്രേ. എല്ലാ നിയമങ്ങളെയും അവൻ്റെ വചനത്താൽ ഉറപ്പിക്കുകയത്ര ചെയ്തത്. പുതിയ നിയമത്തിൻ്റെ സകല പ്രമാണത്തെയും അവൻ ഉറപ്പിച്ചത് അവൻ്റെ രക്തത്താലാണ്. എന്തിന്? നാം നന്മയുള്ളവരായി ഈ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ വ്യവസ്ഥിതിയിൽ നാം ജീവിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതിയിൽ ജീവിക്കുവാൻ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുവാനിടയായി. എന്തിനാൽ? ദൈവമേ, നിന്റെ കർത്താവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം എന്താണോ, സ്വർഗത്തിലെ ഇഷ്ടം എന്ത് ചെയ്യണം? ഭൂമിയിൽ വരണമേ. നിന്റെ രാജ്യം എന്ത് ചെയ്യണം? ഇറങ്ങി വരുവാനിടയാണ്. രാജ്യം ഇറങ്ങി വരുമ്പോൾ എന്ത് അവിടെ നടക്കേണ്ടത്? സ്വർഗത്തിലെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ്. ദൈവമക്കളെ, നമ്മെ ദൈവം അവൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നമ്മിലൂടെ നിറവേറ്റപ്പെടാനാണ്. അത് നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ നമ്മെ ആഗ്രഹിക്കുകയാണ്. ആ രാജ്യത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ ദൈവരാജ്യം എന്ത് ആണോ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, ദൈവരാജ്യം നീതിയും സമാധാനവും. ലോകത്തിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം പറയുകയാണ്, ഇവിടെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. എന്തിനാ? ഈ രാജ്യത്തിനകത്തേക്ക് നീ കയറുമ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം, ലോകം നിനക്ക് തരാത്ത സമാധാനം, ലോകത്ത് നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നുവോ അതെല്ലാം എൻ്റെ തമ്പുരാൻ എന്തിനാണ്? ഈ രാജ്യത്തിൻ്റെ രാജാവ് നിനക്ക് ഇവിടെ വാഗ്ദത്തം നൽകുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൽ, അവൻ്റെ രാജ്യത്തിൻ്റെ പ്രമാണമെന്ന് പറയുന്നത് ഒരിക്കലും ലോകം തരാത്ത നീതി, ലോകം തരാത്ത സമാധാനം, ലോകം തരാത്ത സന്തോഷം നിനക്ക് തരുവാൻ അത് നിത്യമായതാ. അതൊരിക്കലും അവസാനിക്കുന്നതല്ല. നീ ഈ രാജ്യത്തിനകത്തേക്ക് കയറുമ്പോൾ നീ ഒരു ആത്മീക രാജ്യത്തിനകത്തേക്ക് കയറുന്നത്. നിന്റെ ശരീരത്തിന് അല്ല അവിടേക്ക് കയറുന്നത്. നീ ശരീരത്തോട് കയറുന്നുവെങ്കിൽ നിന്റെ ആത്മാവിനെ അവിടെ വീണ്ടെടുക്കുന്നത്. നിത്യമായ ആത്മാവിനെ ക്രിസ്തുവിലേക്ക് നിന്നെ അവിടെ ചേർക്കുകയാണ്. ഇത് കേൾക്കുന്ന ഓരോ ദൈവമക്കളും ദൈവഭക്തരും
അവൻ്റെ രാജ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നന്മ നമുക്ക് ലഭിക്കുവാൻ പഴയ നിയമത്തിൽ സങ്കീർത്തനം 125:3 നാം വായിക്കുന്നുണ്ട്, നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുകയില്ല. നീതിമാന്റെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അവകാശമുണ്ട്. ആ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുകയില്ല. ചെങ്കോൽ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അവകാശത്തെ കാണിക്കുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ അവകാശത്തെ കാണിക്കുന്നതാണെങ്കിൽ ദുഷ്ടൻ ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിൻ്റെ അവകാശത്തിൻ്റെ ചെങ്കോലുണ്ടല്ലോ. നീതിമാനായ ദൈവം നിന്നെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിനകത്ത് നിന്നെ നീതിമാനാക്കി നിർത്തിയിരിക്കുന്നത് കൊണ്ട് ദുഷ്ടൻ്റെ ചെങ്കോൽ നിന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല എന്ന തമ്പുരാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യത്തിനകത്താണെങ്കിൽ നിന്റെ ഒരു നന്മയുടെ മേലും, നിന്റെ ഒരു അവകാശത്തിൻ്റെ മേലും, നിന്റെ ഒരു സന്തോഷത്തിൻ്റെ മേലും, നിന്റെ ഒരു നീതിയുടെ മേലും ഒരു ദുഷ്ടൻ്റെയും ഒരു ചെങ്കോലും ഇരിക്കുവാൻ എൻ്റെ